ഹലോ, നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡെൻസിറ്റി ഡി ഇസ് ഈക്വൽ ടു സെറ്റ് എം ബൈ എൻ എ ക്യൂ. ഓക്കെ, അപ്പൊ അതിൽ സെറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെല്ല്, എം നിങ്ങൾക്കറിയാം, എൻ എ എന്ന് വെച്ചാൽ അവോഗാഡ്രോ നമ്പർ, എ ഇസ് ദ എഡ്ജ് ലെങ്ത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് സോളിഡ് സ്റ്റേറ്റിൽ വരുന്ന നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ്. ഇംപെർഫെക്ഷൻസ് അല്ലെ, പെർഫെക്റ്റ് അല്ലാതിരിക്കുക. ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ്. അപ്പൊ സോളിഡ്സിനകത്ത് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി പാക്ഡ് ആൻഡ് ദർ ഈസ് റെഗുലർ ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്. റെഗുലർ ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോഴെന്തായിരിക്കും ഇംപെർഫെക്ഷൻസ് എന്ന് വെച്ചാൽ there will be some disorder or irregularities from this regular ordered arrangement. അതായത് റെഗുലർ ഓർഡേർഡ് അറേഞ്ച്മെന്റിന് എന്തെങ്കിലും ഡീവിയേഷൻസ് വരികയാണെങ്കിൽ then we can say that is defect or imperfections. Clear? അപ്പോൾ നമ്മൾ എന്ത് വിളിക്കുന്നത്? Imperfections in solids, or we can say defects. Defects in solids, or generally we call it as crystal defects. Crystal defects എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, അതാണ് imperfections in solids. ഞാൻ ഡെഫിനിഷൻ പറഞ്ഞു, ഒന്നുകൂടി പറഞ്ഞു നോക്കാം. What is mean by imperfections? Any disorder, simple ആയിട്ട് പറയാം, any disorder from a regular ordered arrangement of atoms or ions, means particles, atoms or ions in a crystal is called imperfections in solids or defects or crystal defects. Clear? Any disorder or any irregularities or any deviations from a regular ordered arrangement of atoms or ions in a crystal or in a crystalline substance is called imperfections. Clear? Yes. Then there are two types of defects. രണ്ട് തരത്തിലുള്ള defects ആണ്. There are two types of defects. First one is called point defect. And the second one is called line defect. Okay, രണ്ട് type defect ആണ്, point defect and line defect. See, point defect, the points എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് ആണ് നമ്മൾ പറയുന്നത്. പോയിന്റ് ഡിഫക്റ്റ്, ലൈൻ ഡിഫക്റ്റ്. ഇപ്പൊ ഞാൻ ഒരു ക്രിസ്റ്റൽ ലാറ്റൈസിനകത്തുള്ള ഒരു റോ ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ്, ഇത് ഓരോ ലാറ്റൈസ് സൈറ്റുകളും ലാറ്റൈസ് പോയിന്റുകളാണ്, പാർട്ടിക്കിൾ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു പോയിന്റ്, അനദർ പോയിന്റ്. ഇനി ഈ ലാറ്റൈസ് പോയിന്റുകളൊക്കെ കമ്പൈൻ ചെയ്ത് എനിക്ക് ഇതിന് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഒരു ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ പോയിന്റ് ആൻഡ് ലൈൻ. പോയിന്റ് ഡിഫക്റ്റ് ആൻഡ് ലൈൻ ഡിഫക്റ്റ്. ഓക്കെ, ഇനി പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് റെഗുലർ ഓർഡേർഡ് അറേഞ്ച്മെന്റ് എന്ന് വിചാരിച്ചു. അപ്പോഴ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രമാണ് ഡിസോർഡർ വരുന്നത് എങ്കിൽ then that disorder is called point defect. Clear? Then what is meant by line defect? See, ഒരു പോയിന്റിൽ മാത്രമാണ് ഡിസോർഡർ എങ്കിൽ, അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിന്റെ സറൗണ്ടിങ്സിൽ മാത്രമാണ് ഡിസോർഡർ വരുന്നത് എങ്കിൽ then that defect is called point defect. Then what is meant by line defect? Line defect means ഈ ലാറ്റൈസ് പോയിന്റുകൾ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ലൈൻ മീൻസ് എൻറ്റയർ റോ ഡിസോർഡേർഡ് ആണ് എങ്കിൽ അതിനെന്ത് വിളിക്കാം? നമുക്ക് ലൈൻ ഡിഫക്റ്റ് എന്ന് വിളിക്കാം. ദാറ്റ് ഈസ്, ഞാൻ ഈ രീതിയിൽ ഒന്ന് ഇങ്ങോട്ടെ, അനദർ വൺ ഈ രീതിയിലേക്ക് വരികയാണ്, ഈ രീതിയിലേക്ക് വരികയാണ്. ആ രീതിയിൽ ഡിസോർഡർ എൻറ്റയർ റോ, ഒരു റോ പൂർണ്ണമായും ഡിസോർഡേർഡ് ആണ് എങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ലൈൻ ഡിഫക്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, യെസ്, ഇറ്റ്സ് കോൾഡ് ലൈൻ ഡിഫക്റ്റ് ആൻഡ് പോയിന്റ് ഡിഫക്റ്റ്. ജസ്റ്റ് ഒന്ന് ഡെഫിനിഷൻ നോക്കാം. പോയിന്റ് ഡിഫക്റ്റ്. Here disorder or deviations or irregularities, disorder
or deviations is found around a point or particle. That defect is called, if the disorder or deviation is found around a point or point means a particle, then that defect is called a point defect. Then next one, line defect. What is the line defect? Here disorder or deviations is found in entire row of lattice points. നമുക്കറിയാം ലാറ്റൈസ് പോയിന്റുകൾ നേരെ കണക്ട് ചെയ്തിട്ട് ഒരു റോ നമ്മൾ കൺസിഡർ ചെയ്താൽ ആ റോ കംപ്ലീറ്റ്ലി ഡിസോർഡേഡ് ആണെങ്കിൽ then that one is called line defect. Okay, point defect and line defect. Okay, then point defects are again classified into three. എത്ര ടൈപ്പ് പോയിന്റ് ഡിഫക്ട്സ് ഉള്ളത്? 3 ടൈപ്പ്. ആ പോയിന്റ് ഡിഫക്ട്സ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ത്രൂ ഔട്ട് ആയിട്ട് വേണ്ടത്. There are 3 types of point defects. Okay, first one is called stoichiometric defect. Second one is called impurity defect. Okay, അത് തന്നെ ഉണ്ട്. Then third one is called stoichiometry യുടെ opposite ആണ്, that is called non-stoichiometric defect എന്ന് പറയും. Stoichiometric defect, impurity defect and non-stoichiometric defect. അപ്പൊ നിങ്ങൾ നോക്കുക, what is meant by stoichiometry പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ. സ്റ്റോഷിയോമെട്രോൺ, ഈ മെഷർമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ, നമ്മൾ റിയാക്ഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്. അപ്പൊ സോളിഡ്സിനകത്ത് സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമുക്ക് പറയാം. അതായത് ഏതൊരു ക്രിസ്റ്റലൈൻ സോളിഡ് എടുത്താലും അവിടെ ഡെഫിനിറ്റ് കോമ്പോസിഷൻ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു അയോണിക് സോളിഡ് നിങ്ങൾ എടുക്കും. ഇപ്പൊ സോഡിയം ക്ലോറൈഡ്, അതിനകത്ത് ആരൊക്കെ ഉള്ളത്? സോഡിയം അയോൺ ആൻഡ് ക്ലോറിൻ അയോൺ, ക്ലോറൈഡ് അയോൺ എന്ന് പറയും. Na+ അയോൺസ് ഉണ്ട്, Cn- അയോൺസ് ഉണ്ട്, മീൻസ് കാറ്റയോൺസ് ആൻഡ് ആനോൺസ്. അപ്പൊ ഏതൊരു ക്രിസ്റ്റലൈൻ സോളിഡ് എടുത്താലും അയോണിക് സോളിഡിനകത്ത് there will be a definite ratio between cations and anions. So cationsiന്റെയും ആനോൺസിന്റെയും റേഷ്യോ എന്തായിരിക്കും? ഡെഫിനിറ്റ് ആയിരിക്കും. That is called stoichiometric ratio എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ സൂചിപ്പിക്കുന്നത് എന്താണ്? സ്റ്റോഷിയോമെട്രിക് റേഷ്യോ ആണ് അവിടെ സൂചിപ്പിക്കേണ്ടത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് സ്റ്റോഷിയോമെട്രിക് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട് എന്ന് പറയുന്നത്. Then another one, impurity defect. Impurity means നിങ്ങൾക്കറിയാം unwanted materials, അല്ലെങ്കിൽ ഒരു ഫോറിൻ മെറ്റീരിയൽ ഒരു സോളിഡിനകത്തേക്ക് വരികയാണെങ്കിൽ then that defect is called impurity defect. അപ്പൊ ഇന്ന് നമുക്ക് ഈ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റും അതേപോലെ തന്നെ impurity defectum ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സ്റ്റോഷിയോമെട്രിക് ആൻഡ് impurity, നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട് അടുത്തൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ there are 2 types of defects mainly called point defect and line defect. If disorder is found only around a point or around a particle, then that defect is called a point defect. If entire row is disordered, then that defect is called a line defect. Then there are 3 types of point defects. First one is stoichiometric defect, second one is non-stoichiometric defect, third one is impurity defect. Here I am discussing first one, that is stoichiometric defect. ഞാൻ പറഞ്ഞു, ഒരു സോളിഡ് എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി there will be a composition between particles. ഇപ്പൊ അയോണിക് സോളിഡ് ആണെങ്കിൽ കാറ്റയോണും ആനോണും തമ്മിൽ ഒരു ഡെഫിനിറ്റ് റേഷ്യോ ഉണ്ടാവും. അപ്പൊ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും, ഫിക്സഡ് കോമ്പോസിഷൻ അവിടെ ഉണ്ടാവും. ഓക്കെ, സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട് എന്ന് വെച്ചാല് ഒരു ഡിസോർഡർ വരികയാണ്. ഓക്കെ, ഒരു ഡിസോർഡർ ഫോം ചെയ്യാണ് ഒരു ക്രിസ്റ്റലിനകത്ത്. ആ ഡിസോർഡറിന് ശേഷവും സ്റ്റോഷിയോമെട്രിക് റേഷ്യോ എന്തായിരിക്കും അറിയോ? കോൺസ്റ്റന്റ് ആയിരിക്കും. മീൻസ് the defect which do not disturb stoichiometric ratio.
stoichiometric ratio in solids is called stoichiometric defects. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഡിഫക്റ്റിന് മുമ്പും ഡിഫക്റ്റിന് ശേഷവും അവിടെ എന്തായിരിക്കും സ്റ്റോഷിയോമെട്രിക് റേഷ്യോ എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും, വ്യത്യാസം വരും. ഡു നോട്ട് ഡിസ്റ്റർബ് സ്റ്റോഷിയോമെട്രിക് റേഷ്യോ. ഓക്കെ, then ഇത് സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട് is found within a crystal. അതുകൊണ്ട് this defect is called intrinsic defect എന്ന് പറയും. Intrinsic defect. And this one arises എന്താണ് ഹീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെയുള്ള ഡിഫക്റ്റുകൾ കാണുന്നുണ്ട്. Therefore, this defect is also called thermodynamic defect. Thermodynamic defect എന്ന് പറയും. Okay, clear ആണോ? Yes, stoichiometric defect. The next one, stoichiometric defect, again classified into two types. Stoichiometric defect രണ്ട് type ഉണ്ട്. The first one is called vacancy defect, and second one is called interstitial defect. Vacancy defect and interstitial defect. Okay, first one is vacancy defect, second one is interstitial. നമുക്ക് രണ്ടും നോക്കാം. First one, vacancy. അതിൽ തന്നെ ഉണ്ട്, confusion ഒന്നുമില്ല. Vacancy defect. What is mean by vacancy? എന്തായിരിക്കും vacancy എന്ന് വെച്ചാൽ ഒഴിഞ്ഞു കിടക്കുക. ഓക്കെ, vacancy defect നിങ്ങൾ നോക്കിക്കോ. ഇപ്പോ ഒരു ക്രിസ്റ്റലൈൻ സോളിഡ്, അതിനകത്തുള്ള പാർട്ടിക്കിൾസ് എങ്ങനെയുണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, പാർട്ടിക്കിൾസ് ഒക്കെ ക്ലോസ്ലി പാക്ഡ് ആണ്. ഓക്കെ, ക്രിസ്റ്റലൈൻ സോളിഡ് ഏതെങ്കിലും ക്രിസ്റ്റലൈൻ സോളിഡ്. ഓക്കെ, വാക്കൻസി ഡിഫക്ട് പറഞ്ഞാൽ ഇതൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ ഞാൻ റൗണ്ട് ചെയ്തിരിക്കുന്നൊക്കെ എന്താണ് പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ ആണല്ലോ? യെസ്. വാക്കൻസി ഡിഫക്ട് എന്ന് പറഞ്ഞാല് ഈ ക്രിസ്റ്റലൈൻ സോളിഡിനകത്ത് ഏതെങ്കിലും ലാറ്റൈസ് പോയിന്റ് അല്ലെങ്കിൽ ലാറ്റൈസ് സൈറ്റ് വീക്കെൻഡ് ആകും. അതായത് ഇതാണ് എന്താണ് ഡിസോർഡർ ഇല്ലാത്ത സോളിഡ്. വാക്കൻസി ഡിഫക്ട് എന്ന് പറയുമ്പോൾ സം ഓഫ് ദ ലാറ്റൈസ് പോയിന്റ്സ് ആർ വേക്കന്റ്. ചില ലാറ്റൈസ് പോയിന്റുകൾ മീൻസ് ചില ലാറ്റൈസ് സൈറ്റുകൾ വേക്കന്റ് ആയിരിക്കും. Then that defect is called vacancy defect. So what is the vacancy defect? Here some of the lattice points or lattice sites are vacant. Some of the lattice sites are vacant. ഒരു പോയിന്റ് ഓർത്ത് നോക്കേണ്ടത്, what happens to density during vacancy defect? വാക്കൻസി ഡിഫക്ട് ഉണ്ടാകുമ്പോൾ ആ സോളിഡിന്റെ ഡെൻസിറ്റിയിൽ എന്താ സംഭവിക്കും? നമുക്ക് അറിയാം, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ മാസ് പെർ യൂണിറ്റ് വോളിയം. ഇത് ആയിരുന്നു ക്രിസ്റ്റലൈൻ സോളിഡ്. ഓക്കെ, ഇത്രയാണ് ആ ക്രിസ്റ്റലൈൻ സോളിഡിന്റെ വോളിയം എന്ന് വിചാരിക്കുക. ഡിഫക്റ്റിന് ശേഷവും വോളിയം അവിടെ ചേഞ്ച് വരുന്നുണ്ടോ? ഇതിങ്ങനെ തന്നെ ഇല്ല ഇവിടെ. അതിന് ആരും പുറത്തേക്കൊന്നും പോയിട്ടില്ലല്ലോ. ഓക്കെ, സ്പേസ് ആയിട്ട് പുറത്ത് പോയിട്ടൊന്നുമില്ല. സ്പേസ് അങ്ങനെ നിങ്ങൾ റൂം എന്ന് വിചാരിച്ചോ. ഓക്കെ, ആ റൂമിനകത്തുള്ള ഒരു പാർട്ടിക്കിള് അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ റൂമിന്റെ വോളിയം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ വോളിയത്തിൽ ചേഞ്ച് ഇല്ല. പക്ഷെ ഒരു പാർട്ടിക്കിൾ നിന്ന് പുറത്തേക്ക് പോയില്ലേ? Then what about mass? Mass എന്ത് ചെയ്യും? ഡിക്രീസ്. നിങ്ങൾക്കറിയാം, ഡെൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ്. മാസ് പറയുമ്പോൾ ഡെൻസിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ്. Therefore we can say that vacancy defect ൽ ഡെൻസിറ്റി എന്ത് ചെയ്യും അറിയോ? ഡെൻസിറ്റി ഡിക്രീസസ്. ഓക്കെ, and this one is നമുക്ക് ജനറൽ ആയിട്ട് പറയാം, നോൺ അയോണിക് സോളിഡ്സിന്റെ കേസിൽ in the case of non ionic solids ആണ് ഈ ടേം പറയാം. വാക്കൻസി ഡിഫക്ട് എന്ന് പറയുകയാണെങ്കിൽ അത് നോൺ അയോണിക് സോളിഡ്സ്. അതേപോലെ ഇന്റർസ്റ്റിഷ്യൽ ഡിഫക്ട് എന്ന് പറയുന്ന ടേം നമ്മൾ നേരിട്ട് ഇതിൽ പറയും നോൺ അയോണിക് സോളിഡ്സിനകത്ത് പറയും. ഓക്കെ, പറയാൻ കാരണമുണ്ട്. അയോണിക് സോളിഡ്സിനകത്ത് വരുമ്പോൾ ഇതേ ഡിഫക്റ്റുകൾ മറ്റ് രണ്ട് പേരുകളാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ വാക്കൻസി ഡിഫക്ട്, ഇന്റർസ്റ്റിഷ്യൽ ഡിഫക്ട്, they are shown by non ionic solids. ഇത്രയാണ് വാക്കൻസി ഡിഫക്ട്. Then second one is interstitial defect. Interstitial. ഓക്കെ, നമ്മൾ വോയിഡ്സ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് വേക്കന്റ് സ്പേസ്, പാർട്ടിക്കിൾസ് ഒക്കെ ജോയിൻ ചെയ്ത് ഇടയിലുള്ള സ്ഥലമാണ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ് ഓർ വോയിഡ്സ്. Then here what is mean by interstitial defect? Okay, interstitial defect നിങ്ങൾ നോക്കി. ഇതേപോലെ ഞാൻ പാർട്ടിക്കിളിന് ഒരു ക്രിസ്റ്റലൈൻ സോളിഡിന്റെ റെപ്രസെന്റേഷൻ, ഇവിടെയൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ട്, നേരത്തെ വെച്ച് അതേപോലെ എന്ന് വിചാരിച്ചു. ഓക്കെ, ഇങ്ങനെയാണല്ലോ. ഇതിനകത്ത്
ഇതിൽ ഏതാണ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്? ഇതാണല്ലോ, പാർട്ടിക്കിൾസ് ജോയിൻ ചെയ്ത ഇടയിലുള്ള സ്ഥലം. ഇത് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ് ആണ്. ഇതും വോയിഡ് ആണ്. ഇതൊക്കെ എന്താണ്? വോയിഡ്സ് ആണ്. Then what is the interstitial defect? അതായത് ചില പാർട്ടിക്കിൾസ് എവിടെ ഉണ്ടാവും അറിയോ? ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ ഉണ്ടാവും. പാർട്ടിക്കിൾ എവിടെ ഉണ്ടാവും? അതായത് ലാറ്റൈസ് പോയിന്റുകളിൽ ഉള്ളതിനെ കൂടാതെ പാർട്ടിക്കിൾ എവിടെയും കൂടി വരികയാണ്? ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലും കൂടി വരും. അതായത് ഇതാണ് ഡിസോർഡർ ഇല്ലാത്ത ക്രിസ്റ്റലൈൻ സോളിഡ്. ക്ലിയർ? ഇനി ഒരു പാർട്ടിക്കിൾ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ വന്നാൽ ഇവിടെയൊക്കെ വരാം. ഓക്കെ, ഞാൻ ഒറ്റൊരാളെ മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. If there is an extra particle at interstitial site, then that defect is called interstitial defect. What is that? Interstitial defect എന്ന് വെച്ചാൽ some extra particle is present at the interstitial site. Okay. Then what about density? ഇത്രയാണ് ഈ ഒരു സ്പേസ്. ഇവിടെ തന്നെ ഉണ്ട്, വോളിയം കോൺസ്റ്റന്റ് ആണ്. നേരത്തെ ഇത്രയായിരുന്നു പാർട്ടിക്കിൾസ് ഉണ്ടായത്. ഡിസോർഡറിന് ശേഷം ഒരു പാർട്ടിക്കിൾ എക്സ്ട്രാ വന്നു. ദെൻ മാസ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. മാസ് ഇൻക്രീസ് ചെയ്തു. പാർട്ടിക്കിളിന്റെ എണ്ണം കൂടി, മാസ് ഇൻക്രീസ് ചെയ്തു. മാസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെൻസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. So we can say that during interstitial defect, density increases. And this is again നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേസ് സാധാരണ നമ്മൾ പറയാം നോൺ അയോണിക് സോളിഡ്സിന്റെ കേസ്. ഞാൻ പറഞ്ഞു നോൺ അയോണിക് സോളിഡ്സും അയോണിക് സോളിഡ്സും സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് കാണിക്കുന്നുണ്ട്. വാക്കൻസി ഡിഫക്റ്റും ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് എന്ന് പറയും. പക്ഷേ അയോണിക് സോളിഡ്സിന്റെ കേസിൽ അവരെ മറ്റ് രണ്ട് പേരുകളിലാണ് പഠിക്കുന്നത്. ഫ്രങ്കൽ ആൻഡ് ഷോർട്ട്കി എന്ന് പറയും. ഓക്കെ, അത് നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ്. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പോ സ്റ്റോഷിയോമെട്രിക് റേഷ്യോനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ലെങ്കിൽ that is called സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. ഇൻട്രിൻസിക് ആണ്, തെർമോഡൈനാമിക് ആണ്, വാക്കൻസി ഉണ്ട്, ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് ഉണ്ട്. ലാറ്റൈസ് പോയിന്റ് അല്ലെങ്കിൽ ലാറ്റൈസ് സൈറ്റ് വേക്കന്റ് ആണെങ്കിൽ വാക്കൻസി ഡിഫക്റ്റ്. ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ പാർട്ടിക്കിൾ വന്നാല് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. ഇതിൽ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും, ഇതിൽ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. രണ്ടും നമുക്ക് നോൺ അയോണിക് സോളിഡ്സിൽ പറയാം. ഓക്കെ, then stoichiometric defect shown by ionic solids. നമ്മൾ പറഞ്ഞ അയോണിക് സോളിഡ്സിനകത്ത് ആരൊക്കെ ഉണ്ടാവുക? പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണും നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസും ഉണ്ടാവും. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന എടുത്താല് ഓക്കെ, സോഡിയം ക്ലോറൈഡ് ന്യൂട്രൽ ആണ്, പൊട്ടാസ്യം ക്ലോറൈഡ് ന്യൂട്രൽ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള അയോണിക് സോളിഡുകളൊക്കെ ന്യൂട്രൽ ആയിരിക്കും. Neutral means there will be equal number of positive charge and negative charge. Okay, stoichiometric defect shown by stoichiometric defects in ionic solids. Okay, ionic solids, they are electrically neutral. Electrically neutral. ഒരു കാര്യം ഓർത്ത് വെക്കുക, ഡിഫക്റ്റിന് മുമ്പും ഡിഫക്റ്റിന് ശേഷവും അവർ ഇലക്ട്രിക്കലി എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. മീൻസ് ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസും ആനിയോൺസും വരും. ഈ കാര്യം ഇവിടെ ഓർത്ത് നോക്കണം. ഓക്കെ, അയോണിക് സോളിഡ്സിൽ they shows stoichiometric defect as അതിനെ വിളിക്കുന്ന പേര് ഫസ്റ്റ് വൺ is called Frankel defect. And second one is called Schottky defect. Frankel and Schottky defect. Okay, പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണ് ഫ്രങ്കൽ ഡിഫക്റ്റ് ആൻഡ് ഷോർട്ട്കി ഡിഫക്റ്റ്. അപ്പൊ കൺസെപ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ഫസ്റ്റ് വൺ, ഫ്രങ്കൽ ഡിഫക്റ്റില് ഞാൻ പറഞ്ഞത് ആരാ കാണിക്കുന്നത്? അയോണിക് സോളിഡ്സ് ആണ്. ഷോൺ ബൈ ionic solids with large size difference between cation and anion. ഡിഫറൻസ് നോക്കിയിട്ട് പോകാം. അതായത് അയോണിക് സോളിഡില് കാറ്റയോണും ആനിയോണും തമ്മിൽ സൈസിൽ വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ അവരെന്ത് കാണിക്കും? ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കും. ഡിഫക്റ്റ് എന്താണെന്ന് പറയാം. ഇനി ഷോർട്ട്കി ഡിഫക്റ്റ് നിങ്ങൾ നോക്കിക്കോ. ഷോർട്ട്കി ഡിഫക്റ്റില് ഷോൺ ബൈ ionic solids with similar sized cation and
ആനയോൺ. കാറ്റയോൺ ആനയോൺ തമ്മിൽ ഓൾമോസ്റ്റ് സെയിം സൈസ് ആയിരിക്കണം. ബട്ട് ഡിഫറൻസ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. യെസ്. ദ നെക്സ്റ്റ് വൺ ഡിഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഹിയർ സ്മോളർ സൈസ്ഡ് അയോൺ. സ്മോളർ സൈസ്ഡ് അയോൺ. സാധാരണ സൈസ് കുറവുള്ള ആള് ആരാന്നറിയോ? കാറ്റയോൺസ് ആയി. ജനറലി കാറ്റയോൺ. സ്മോളർ സൈസ്ഡ് അയോൺസ് മൂവ്സ് ഫ്രം അല്ലെങ്കിൽ moves towards interstitial site. Interstitial site like move. Interstitial site like move. നമുക്ക് പിക്ചറൈസ് ചെയ്ത് നോക്കാം. ഞാനിവിടെ എഴുതുന്നു, മാർക്ക് ചെയ്യുന്നത് എ എന്ന് പറയുന്നത് ഒരു കാറ്റയോൺ ആണ്, ഒരു പോസിറ്റീവ് ചാർജുള്ള അയോൺ ആണ്. ബി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ചാർജുള്ള അയോൺ ആണ്. ഓക്കെ, എ പ്ലസ് ബി മൈനസ് എഴുതുന്ന പോലെ ഞാൻ എ ബി എന്ന് മാത്രമേ എഴുതൂ. ജസ്റ്റ് നോക്കിക്കോ, എ ബി then again ബി. ആൾട്ടർനേറ്റ് പൊസിഷനിൽ എയും ബിയും കൊടുക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞു എയും ബിയും മോണോവാലന്റ് ആണ്. ഒരു പോസിറ്റീവ് ചാർജ് ഒരു നെഗറ്റീവ് ചാർജും ആണ്. ഒരു ക്രിസ്റ്റൽ ലാറ്റൈസിന്റെ ഒരു പോർഷൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡെഫിനിഷൻ നോക്കുക, എന്താണ്? സ്മോളർ സൈസ്ഡ് അയോൺസ്, ഓക്കെ, ജനറലി കാറ്റയോൺസ്, moves towards interstitial site. Interstitial site like moving. അപ്പൊ ഞാൻ പറഞ്ഞു കാറ്റയോൺ ആണ്. ഞാൻ എനെ കാറ്റയോൺ ആയിട്ടും ബിനെ ആനയോൺ ആയിട്ടും എടുത്തിട്ടുള്ളത്. അപ്പൊ എന്ത് സംഭവിക്കുക? എ എന്ത് ചെയ്യുന്നു? ഞാൻ ഒറ്റൊരു പാർട്ടിക്കിളിനെ കാണിക്കുന്നുള്ളൂ. എ എന്ന പാർട്ടിക്കിള് ഇതാണ്, ഡിസോർഡർ ഇല്ലാത്ത ആള്. എ എന്ത് ചെയ്യുന്നു? ഇതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് പോകുന്നു, ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് പോകുന്നു. അപ്പൊ അവിടെ എന്തായി? ഡിസോർഡർ ആയി. ഓക്കെ, ഇവിടെ ഈ പാർട്ടിക്കിൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തല്ലോ. അപ്പൊ ഇവിടെ എന്ത് വന്നു? വാക്കൻസി വന്നു. അപ്പൊ ഇവിടെ വാക്കൻസി ഡിഫക്റ്റ് വരുന്നുണ്ട്. ഒരു പാർട്ടിക്കിൾ എക്സ്ട്രാ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് വന്നല്ലോ. അപ്പൊ ഇവിടെ എന്ത് ഡിഫക്റ്റ് വന്നു? ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റും വന്നു. അപ്പൊ ഈ കേസിനകത്ത് ഹാവ് ബോത്ത് vacancy defect and interstitial defect. രണ്ട് ഡിഫക്റ്റും ഇതിനകത്തുണ്ട്. ഓക്കെ, then what about density? Density എന്താ സംഭവിക്കും ഈ കേസ്? നേരത്തെ പോലെ ഓർത്ത് വെച്ചോ, ഈ വോളിയത്തിൽ ഒരു ചേഞ്ചും ഇല്ല. പാർട്ടിക്കിൾ ഇവിടുന്ന് ഇവിടത്തേക്ക് വന്നേ ഉള്ളൂ, ഡിസ്ലൊക്കേറ്റ് ചെയ്തു, പൊസിഷൻ അങ്ങോട്ടേക്ക് പോയിന്നേ ഉള്ളൂ. ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് മാസിൽ വ്യത്യാസം ഉണ്ടോ? ഇല്ല. There is no change in mass and there is no change in volume during fungal defect. അപ്പൊ മാസിലും വോളിയത്തിലും ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് ഡെൻസിറ്റിയിലും ചേഞ്ച് ഉണ്ടാവില്ല. There is no change in density. No change in density. There is no change in density. Okay? Yes. Then examples കൂടി നോക്കും. Fungal defect examples. പറഞ്ഞു ലാർജ് സൈസ് ഡിഫറൻസ് വേണം ബിറ്റ്വീൻ കാറ്റയോൺസ് ആൻഡ് ആനയോൺസ്. എക്സാമ്പിൾ സാധാരണ പറയുന്നത് സിങ്ക് സൾഫൈഡ്, then സിൽവർ ക്ലോറൈഡ്, സിൽവർ ബ്രോമൈഡ്, സിൽവർ അയോഡൈഡ് ഒക്കെ എന്താണ് ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്ന സോളിഡ്സ് ആണ്. നമുക്ക് സിങ്ക് സൈസ് വളരെ കുറവായിരിക്കും, സൾഫറിന്റെ കൂടുതലായിരിക്കും. സിൽവറിന് സൈസ് കുറവ്, ക്ലോറിന് കൂടുതൽ. അപ്പോൾ there is large size difference between cation and anion. That's all about the Frankel defect. Clear? The next short key defect terms like first point clear on equal number of cations and anions are missing. Okay. ഈ കേസുകൾ നോക്കിക്കോ, പോസിറ്റീവ് ചാർജിന്റെയും നെഗറ്റീവ് ചാർജിന്റെയും എണ്ണം എന്തായിരിക്കും? ആഫ്റ്റർ ഡിസോർഡർ സെയിം ആയിരിക്കും, വ്യത്യാസം വരുമോ? പോസിറ്റീവും നെഗറ്റീവും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് ഡിസോർഡറിന് ശേഷവും ന്യൂട്രൽ ആയിരിക്കും. ഞാൻ പറഞ്ഞു അയോണിക് സോളിഡ്സ് ആർ ഓൾവൈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. അപ്പൊ ഈ പോയിന്റ് നോക്കുക, ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് മിസ്സിംഗ് എന്നാണ് ഇവിടെ വേണ്ടത്. ഡെഫിനിഷൻ എന്താണ്? ഹിയർ ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് anions are missing from the crystal lattice. Missing from the crystal lattice. നിങ്ങൾ ഓർത്ത് നോക്കണം, ഇപ്പൊ ഒരു ക്രിസ്റ്റലൈൻ സോളിഡിനകത്തുള്ള കാറ്റയോൺസിന്റെ എണ്ണം 100ഉം ആനിയോൺസിന്റെ എണ്ണം 100ഉം വിചാരിച്ചു. ഓക്കെ, ആ ക്രിസ്റ്റൽ ലാറ്റൈസിൽ നിന്ന് 10 കാറ്റയോൺസ് മിസ്സാവുകയാണെങ്കിൽ 10 ആനിയോൺസ് മിസ്സാവും. അപ്പൊ ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോണും ആനിയോണും എന്ത് ചെയ്യുന്നു? ക്രിസ്റ്റൽ ലാറ്റൈസിന് പുറത്തേക്ക് പോയി. ബാക്കി എത്ര കാറ്റയോൺ ഉണ്ടാവും? 90 കാറ്റയോണും 90 ആനയോൺ ഉണ്ടാവൂലേ? അപ്പൊ 90 പോസിറ്റീവ് ചാർജും 90 നെഗറ്റീവ് ചാർജും. അപ്പോഴും ഈ സോളിഡ് ഇലക്ട്രിക്കലി എന്തായിരിക്കും? ന്യൂട്രൽ ആയി. ഓക്കെ, യെസ്. ഇപ്പൊ ഡെഫിനിഷൻ ക്ലിയർ ആയി. അപ്പൊ നമുക്കത് പിക്ചറൈസ് ചെയ്ത് നോക്കാം. നേരത്തെ പോലെ എ എന്നത് കാറ്റയോണും ബി ആനയോണും,
A and B alternate ആയിട്ട് വരക്കണം. എഴുതി കൊടുക്കും വേണ്ട A cation, B anion എഴുതി കൊടുക്കണം. മോണോവാലന്റ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. A B and again A B sorry A B A B. ഓക്കെ, ജസ്റ്റ് ഇതാണ് ഡിസോർഡറിന് മുമ്പുള്ള സോളിഡിന്റെ ഒരു പോർഷൻ നിങ്ങൾ വിചാരിക്കുക. ഡിസോർഡറിന് ശേഷം സംഭവിക്കും. ആഫ്റ്റർ ഡിസോർഡർ what happens? Schottky means equal number of same number of notes മറമല്ല SS same number equal number of cations and anions are missing. ഈ കേസിൽ നിന്ന് ഒരു കാറ്റോൺ ഇവിടുന്ന് പുറത്തേക്ക് പോയി വിചാരിച്ചു. ആ ഒരു കാറ്റോൺ പോകുമ്പോൾ അതിന്റെ കൂടെ ആരും കൂടി പോകും, ഒരു ആനിയോൺ പോകും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. ക്ലിയർ ആണോ? യെസ്, ഇത്രയും വേണ്ടു. ഇനി രണ്ട് കാറ്റോൺ പോയാൽ രണ്ട് ആനിയോൺ വേണം. മീൻസ് രണ്ട് പോസിറ്റീവ് ചാർജ് പുറത്തേക്ക് പോയാൽ രണ്ട് നെഗറ്റീവ് ചാർജ് പുറത്തു പോകും. അത്രയേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹിയർ വി ഹാവ് വാക്കൻസി ആൻഡ് ഓൾസോ ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്ട്. ഈ കേസിൽ വേക്കൻസി മാത്രമല്ലേ വന്നിട്ടുള്ളൂ, ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, therefore this is എന്താണ് shows only vacancy defect. Only ഏത് ഡിഫക്ട് മാത്രമാണ്? vacancy defect. Basically it is a vacancy defect. Then what about density? ഇത്രയായിരുന്നു വോളിയം. ആ സ്പേസിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ, അത് അങ്ങനെ തന്നെ ഉണ്ടല്ലോ, ഉണ്ട്. Then what about particle? പാർട്ടിക്കിൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയി. പാർട്ടിക്കിൾ പോകുമ്പോൾ മാസ് എന്ത് ചെയ്തു? രണ്ട് പാർട്ടിക്കിൾസ് പുറത്തു പോയി. ഇപ്പൊ മാസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോ മാസ് ഡിക്രീസ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞു എന്താണ്? if mass decreases, density also decreases. Therefore here during Schottky defect density decreases. പരീക്ഷ ചോദിക്കലുണ്ട് എന്താണ്? ഡെൻസിറ്റി വ്യത്യാസം വരാത്ത ഡിഫക്ട് ഫ്രങ്കൽ, എന്നാൽ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്ത ഡിഫക്ട് ഏത് ചോദിക്കുന്നത്? ഷോട്ട്കി ഡിഫക്റ്റ് ആണ്. ഓക്കെ, ഇനി ഇതിനും കൂടെ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. എക്സാമ്പിള് നിങ്ങൾ നോക്കേണ്ടത് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, അതേപോലെ തന്നെ സീസിയം ക്ലോറൈഡ്. ഒന്നുകൂടി ഓർത്ത് വെക്കുക, സിൽവർ ബ്രോമൈഡ്. ഓക്കെ, ഇതൊക്കെ ഷോട്ട്കി ഡിഫക്ട് കാണിക്കുന്ന സോളിഡ്സ് ആണ്. അതിലൊരു കാര്യം കൂടി ഓർത്ത് നോക്കണം. ഫ്രങ്കൽ ഡിഫക്റ്റിലും എന്തുണ്ട്? സിൽവർ ബ്രോമൈഡ് ഉണ്ട്. ഷോട്ട്കി ഡിഫക്റ്റിലും സിൽവർ ബ്രോമൈഡ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതൊരു എക്സെപ്ഷണൽ കേസ് ആണ്. സിൽവർ ബ്രോമൈഡ് ഷോസ് ബോത്ത് ഫ്രങ്കൽ ഡിഫക്ട് ആൻഡ് ഷോട്ട്കി ഡിഫക്ട്. അത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ എ സോളിഡ് വിച്ച് ഷോസ് ബോത്ത് ഫ്രങ്കൽ ഡിഫക്ട് ആൻഡ് ഷോട്ട്കി ഡിഫക്ട്. ആരാണ് എക്സാമ്പിൾ? സിൽവർ ബ്രോമൈഡ്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ഫ്രങ്കൽ ഡിഫക്ട് ആൻഡ് ഷോട്ട്കി ഡിഫക്ട്. അപ്പൊ നമ്മള് സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട് കംപ്ലീറ്റ് ആയി. ഇനി ഒരു കാര്യം ഓർത്ത് നോക്കുക, ഫ്രങ്കൽ ഡിഫക്ട് എന്തും കൂടി വിളിക്കുന്ന അറിയോ? ഡിസ്ലൊക്കേഷൻ ഡിഫക്ട്. അതായത് ഒരു പാർട്ടിക്കിൾ അതിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് ഡിസ്ലൊക്കേറ്റ് ചെയ്തത് കൊണ്ട് ഡിസ്ലൊക്കേഷൻ ഡിഫക്ട് എന്ന് ഇതിനെ വിളിക്കും, ഫ്രങ്കൽ ഡിഫക്റ്റ്. ഓക്കെ, അപ്പൊ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട് എന്തൊക്കെയാണ്? do not disturb the stoichiometric ratio, stoichiometry of the solid. Okay, then രണ്ട് ടൈപ്പ് ഡിഫക്റ്റ് ആണ് സ്റ്റോഷിയോമെട്രിയിൽ വരിക. ആരൊക്കെയാണ്? വാക്കൻസി ആൻഡ് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്ട്. ലാറ്റൈസ് സൈറ്റ് വേക്കന്റ് ആണെങ്കിൽ വാക്കൻസി, ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ പാർട്ടിക്കിൾ വന്നാൽ ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്ട്. ഇനി അയോണിക് സോളിഡ്സിന്റെ കേസിൽ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആവുന്ന കേസിൽ രണ്ട് ടൈപ്പ് ആയിട്ടാണ് ഇത് കാണിക്കുന്നത്. സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്, ഫ്രങ്കൽ ഡിഫക്ട് ആൻഡ് ഷോട്ട്കി ഡിഫക്ട്. അവർ നമ്മളൊന്ന് കമ്പയർ ചെയ്യാം. എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. രണ്ടും കാണിക്കുന്ന സോളിഡ് ഏതാണ്? സിൽവർ ബ്രോമൈഡ് നോക്കുക. ഓക്കെ, യെസ്. ഇനി ഒന്നുകൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് സെക്കൻഡ് വൺ ഏതാണ്? ഇംപ്യൂരിറ്റി ഡിഫക്ട്. ഓക്കെ, അതിൽ തന്നെ ഉണ്ട്. വാട്ട് ഇസ് ഇംപ്യൂരിറ്റി? ഇപ്പൊ സോഡിയം ക്ലോറൈഡ് ഉണ്ട് എന്റെ കയ്യിൽ. ആ സോഡിയം ക്ലോറൈഡിലേക്ക് കുറച്ച് പൊട്ടാസ്യം ക്ലോറൈഡ് വന്നു വിചാരിച്ചു. അപ്പൊ എന്താ സംഭവം? സോഡിയം ക്ലോറൈഡിലേക്ക് കുറച്ച് പൊട്ടാസ്യം ക്ലോറൈഡ് വന്നു വിചാരിച്ചോ, അവിടെ എന്താ? ഇംപ്യൂരിറ്റി ആയില്ലേ? അപ്പൊ ഒരു അൺവാണ്ടഡ് മെറ്റീരിയൽ ഒരു ക്രിസ്റ്റലിനകത്തേക്ക് വരികയാണെങ്കിൽ then that defect is called impurity defect. എന്താണ്? What is impurity defect? It is due to the presence of an unwanted material in a crystalline substance. That is called impurity defect. Okay, impurity defect. But actually the example കൊടുത്ത കാര്യം നോക്കാം.
എന്റെ കയ്യില് we have a molten sodium chloride. We have molten sodium chloride. അതിലേക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് some amount of strontium chloride mix ആയി. എന്റെ കയ്യിൽ molten sodium chloride ഉണ്ട്. അതിലേക്ക് ആരും കൂടി വന്നു. ഇതാണ് പ്യൂർ സോൾട്ട്, ഓക്കെ, പ്യൂർ ആയിട്ടുള്ള ഒരാള്. അബദ്ധത്തിൽ അതിന്റെ കൂടെ ആരും കൂടി വരികയാണ്, സ്ട്രോൺഷ്യം ക്ലോറൈഡ് കൊണ്ട് വരിക. ഇനി എന്ത് ചെയ്യുന്നറിയോ, ഈ സിസ്റ്റം എന്ത് ചെയ്തു, ക്രിസ്റ്റലൈസ് ചെയ്തു. ഇതെന്തായാലും മാറി, ദിസ് വൺ അണ്ടർഗോസ് ക്രിസ്റ്റലൈസേഷൻ, ക്രിസ്റ്റലൈസ് ചെയ്തു. ഓക്കെ ആണല്ലോ. അങ്ങനെ ക്രിസ്റ്റലൈസ് ചെയ്തപ്പോഴും കണ്ടത് ഇപ്പൊ സോഡിയം ക്ലോറൈഡ് വരുമ്പോൾ Na പ്ലസ് ഉണ്ട്, Cl മൈനസ്, Na പ്ലസ് ആൻഡ് Cl മൈനസ്, Cl മൈനസ് Na പ്ലസ്, Cl മൈനസ് Na പ്ലസ്, again Na പ്ലസ് Cl മൈനസ്, Na പ്ലസ് Cl മൈനസ്, അങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ സോഡിയം ക്ലോറൈഡ് ആണ് പ്യൂർ എന്നാണ്. ഓക്കെ, അതിനകത്തേക്ക് ആരും കൂടി വരികയാണ്, സ്ട്രോൺഷ്യം ക്ലോറൈഡ്. അപ്പൊ മോൾട്ടൺ സോഡിയം ക്ലോറൈഡിലേക്ക് സ്ട്രോൺഷ്യം ക്ലോറൈഡ് വന്നു, ആഡ് ആയിട്ടുണ്ട്. അത് ക്രിസ്റ്റലൈസ് ചെയ്ത് ഏത് സ്റ്റേറ്റിലേക്ക് മാറാണ്, ക്രിസ്റ്റലൈഡ് മീൻസ് സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറാണ്. അപ്പോൾ സംഭവിച്ചത് some of the Na plus ions are replaced by strontium ion. അതാണ് സോഡിയം അയോണുകളുടെ ചില സ്ഥലത്ത് ആര് വന്നിട്ടുണ്ട്, സ്ട്രോൺഷ്യം അയോൺ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സോഡിയത്തിന്റെ എന്താണ്, ഒരു പോസിറ്റീവ് ചാർജ് ആണ്, സ്ട്രോൺഷ്യത്തിന് 2 പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ, സപ്പോസ് ഒരു Na പ്ലസിന് ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട് ഇവിടെ ആര് വരികയാണ്, സ്ട്രോൺഷ്യം അയോൺ വരികയാണ്. ഓക്കെ, ഒരു പോസിറ്റീവ് പോയിട്ട് 2 പോസിറ്റീവ് വന്നാൽ പ്രശ്നം വരുമല്ലോ. എന്താ പ്രശ്നം വരുക, ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ബുദ്ധിമുട്ടാണ്, പോസിറ്റീവിന്റെ എണ്ണം കൂടും. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുക, സ്ട്രോൺഷ്യത്തിന് 2 പോസിറ്റീവ് ഉണ്ട്, എന്നാൽ സോഡിയത്തിന് 1 പോസിറ്റീവേ ഉള്ളൂ. അപ്പൊ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ കേസിൽ ഒരു സ്ട്രോൺഷ്യം അയോൺ റീപ്ലേസസ് 2 Na plus ions, 2 Na plus ions and occupy one of the position of Na plus ion. അപ്പൊ ഒരു സ്ട്രോൺഷ്യം അയോൺ 2 Na plus അയോണുകൾ റീപ്ലേസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഒരു Na പ്ലസിന്റെ പൊസിഷൻ ആയി നിൽക്കും ഒരു സ്ട്രോൺഷ്യം ആണ്. അതായത് ഞാൻ നേരത്തെ ഇവിടെ ഒരു Na plus അയോൺ, ഇവിടെ Na plus അയോൺ, 2 Na plus അയോണിനെയും ഒരു സ്ട്രോൺഷ്യം അയോൺ റീപ്ലേസ് ചെയ്തു. Then strontium ion occupy one of the position of Na plus ion. അപ്പൊ ഇവിടെ എന്ത് വന്നു, സോഡിയം ക്ലോറൈഡിന്റെ ക്രിസ്റ്റലിനകത്ത് സ്ട്രോൺഷ്യം അയോൺസ് വന്നു. Therefore this is a impurity defect. Clear? Then similarly another example text ആണ് കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ solid solution of silver chloride and cadmium chloride. എന്താ സോളിഡ് സൊല്യൂഷൻ എന്ന് വെച്ചാല് അവിടെ എന്താണ്, സൊല്യൂഷൻ മീൻസ് സോൾവെന്റ് സൊല്യൂട്ട് ഉണ്ടാകും അല്ലെ. അപ്പൊ സോളിഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ 2 പേരും എന്തായിരിക്കും, സോളിഡ്സ് എന്തായിരിക്കും. അപ്പൊ സോഡിയം ക്ലോറൈഡ് മോൾട്ടൺ സ്റ്റേറ്റ്, സ്ട്രോൺഷ്യം ക്ലോറൈഡ്, ഇതിനകത്ത് സിൽവർ ക്ലോറൈഡ്, അതുപോലെ കാഡ്മിയം ക്ലോറൈഡ്. ഇതിനകത്ത് സംഭവിക്കുക, നേരത്തെ പോലെ സിൽവർ അയോൺസിന് പകരം ആര് വരും, കാഡ്മിയം അയോൺസ്. എല്ലാ സിൽവർ അയോൺസിന് പകരം കാഡ്മിയം അയോൺസ് വരുമോ, ഇല്ല. സം ഓഫ് ദ പൊസിഷൻ ഓഫ് സിൽവർ അയോൺസ് ഈസ് റീപ്ലേസ്ഡ് ബൈ കാഡ്മിയം അയോൺസ്. അപ്പൊ 2 എക്സാമ്പിൾസ് പഠിച്ചു നോക്കും. ഇത്രയാണ് ഇമ്പ്യൂരിറ്റി ഡിഫക്ട്. ക്ലിയർ? അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങള്, ഡിഫക്ട് എന്താണെന്ന് പറഞ്ഞു. ദർ ആർ 2 ടൈപ്സ് ഓഫ് ഡിഫക്ട്. ഏതൊക്കെയായിരുന്നു, പോയിന്റ് ഡിഫക്ട് ആൻഡ് ലൈൻ ഡിഫക്ട്. പോയിന്റ് ഡിഫക്ട് ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു സ്റ്റോഷിയോമെട്രിക്, ഇമ്പ്യൂരിറ്റി ആൻഡ് നോൺ സ്റ്റോഷിയോമെട്രിക്. സ്റ്റോഷിയോമെട്രിക്കില് 2 ടൈപ്പ്, വാക്കൻസി ആൻഡ് ഇന്റർസ്റ്റീഷ്യൽ. അയോണിക് സോളിഡ്സിനകത്ത് ഏത് ടേംസിലാണ് വരുന്നത്, ഫ്രങ്കൽ ആൻഡ് ഷോർട്ട്കി ഡിഫക്ട്, കമ്പാരിസൺ, then examples. ഓക്കെ, then എന്ത് പറഞ്ഞു നമ്മള്, ഇമ്പ്യൂരിറ്റി ഡിഫക്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കണ്ടിന്യൂഷൻ, ദാറ്റ് ഈസ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.